നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. SCO സമ്മിറ്റ് കഴിഞ്ഞ ശേഷം അതിനു മുമ്പും, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പാകിസ്ഥാന്റെ J-10 എന്ന് പറഞ്ഞ അവരുടെ എയർക്രാഫ്റ്റിനും, പാകിസ്ഥാന്റെ അല്ല ചൈനയുടെ, അതേപോലെ തന്നെ എയർ ടു എയർ മിസൈലിനും മറ്റുള്ള വെപ്പൺസിനും മറ്റ് ബോംബുകൾക്കും മിസൈലുകൾക്കും ഗ്ലോബൽ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കാരണം ഒരു എൻഡില് അമേരിക്കയിലും ട്രംപ് വന്ന ശേഷം റെസ്ട്രിക്ഷൻ ഉണ്ടായി. ഈ വെപ്പൺസ് പല ഭാഗത്തും ഈ റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നു. അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾക്ക് വെപ്പണിനകത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അതായത് ഒരു മാർക്കറ്റിലോട്ട് ക്യാപ്ചർ ചെയ്ത് കയറുക. ഗ്ലോബലായിട്ട് ജിയോ കോൺഫ്ലിക്ട്സിന് റഷ്യൻ ആയുധങ്ങൾ ഇല്ലാതാകുന്നു എന്ന് തന്നെയാണ്. വരാനുള്ള 3-4 വർഷം കൊണ്ട് റഷ്യൻ ആയുധങ്ങൾ ഇല്ലാതാകും. കാരണം മറ്റുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങത്തില്ല. അപ്പൊ ആ ഒരു സ്പേസിലോട്ട് ചൈനീസ് ആയുധങ്ങൾ കയറി കൂടണം. അപ്പൊ അതിനു വേണ്ടി ഒരു ട്രയലായിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുക, അത് ഗ്ലോബലായിട്ട് കാണിക്കുക വെപ്പൺസിന്റെ എഫിഷ്യൻസി. ഇതിനുശേഷം ആ മാർക്കറ്റ്, അതായത് അമേരിക്കയെ തോൽപ്പിക്കാനുള്ളൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതോടുകൂടി ചൈനയുടെ എക്കോണമി ആണെങ്കിലും അവരുടെ വെപ്പൺസിന്റെ മാർക്കറ്റും വലിയ രീതിയിലുള്ള ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും.